ഇന്ന് ഞങ്ങൾക്ക് വരുന്ന പല എൻക്വയറികളിലും മെസ്സേജുകളിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് ഈ ഫീൽഡിലോട്ട് വരുന്നതിനായിട്ട് നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പല കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചിലർ ജോബിൽ എക്സ്പീരിയൻസ്ഡും ആണ്. എന്നിരുന്നാൽ എബ്രോഡ് പോകാനായിട്ടും കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ കോർ ഫീൽഡിലോട്ട് എൻട്രി ആവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനി നിങ്ങളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ സ്കില്ല് കണ്ടിട്ടാണ്. ആ ഒരു സ്കില്ലിനുള്ള റേറ്റാണ് അവർ സാലറി ആയിട്ട് തരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ കരിയർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രേഡ് നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ആ ഒരു ഫ്യൂച്ചറിൽ നിങ്ങളുടെ താല്പര്യങ്ങൾക്കും ഇണങ്ങുന്ന ഒരു ട്രേഡ് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കോഴ്സിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളത് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊരു ഓയിൽ ആൻഡ് ഗ്യാസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളാണെന്നുണ്ടെങ്കിലും അവിടെ അവർക്ക് ആവശ്യമായിട്ട് വരുന്ന എല്ലാം തന്നെ ടെക്നീഷ്യൻസ് ആണ്. അതിപ്പോൾ പൈപ്പിംഗ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും ശരി, സ്ട്രക്ചറിലാണെന്നുണ്ടെങ്കിലും ശരി, QA/QC ആണെന്നുണ്ടെങ്കിലും ശരി, എല്ലാം തന്നെ ടെക്നിക്കലി നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെയാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ അവർ ഒരാളെ എടുക്കുന്നതിന് മുൻപ് ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയും ഒഴിവാക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ട്രേഡ് ടെസ്റ്റ് എന്നുള്ളത് ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. എന്നിരുന്നാലും മറ്റുള്ള ജോബുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും തന്നെ നമ്മളുടെ ട്രേഡ് ടെസ്റ്റ് കാര്യങ്ങൾക്കില്ല. നമ്മൾ ഒരു സ്കിൽഡാണ്, നമുക്ക് ആ ഒരു വർക്കെല്ലാം ചെയ്ത് ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റും എന്നുള്ളതാണ് സത്യം. ഇതിൽ തന്നെ പലരും ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പലരുടെയും ധാരണ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് എന്തെങ്കിലും ഒരു ട്രേഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മതി, പിന്നെ അതിന് ശേഷം നമുക്ക് ആ ഒരു ഇതിൽ കരിയറിൽ കയറി പോകാൻ പറ്റും എന്നുള്ളതാണ് പലരുടെയും ധാരണ. സത്യത്തിൽ നമ്മൾക്ക് എക്സ്പീരിയൻസ് വേണ്ടത് നമ്മൾ ഏത് ട്രേഡിലാണോ ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാനായിട്ട്, നമ്മളുടെ ആ ഒരു കരിയർ കെട്ടിപ്പടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ ഒരു ട്രേഡിലുള്ള എക്സ്പീരിയൻസ് തന്നെ വേണം എന്നുള്ളത് നിർബന്ധമാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഫീൽഡ് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫീൽഡിൽ വീണ്ടും ഫ്രഷറായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്രഷേഴ്സിനെ കമ്പനികൾ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കമ്പനികളുടെ പ്രൊജക്റ്റ് എല്ലാം തന്നെ സമയബന്ധിതമായിട്ട് തീർത്തു കൊടുക്കേണ്ട ആ ഒരു പ്രൊജക്റ്റുകളാണ്. അപ്പോൾ ഒരു പുതിയ ആൾ വന്നു എന്നുണ്ടെങ്കിൽ അതിലവരുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നതിനെ സ്ലോ ആക്കാനായിട്ടും കാര്യങ്ങൾക്കൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എക്സ്പീരിയൻസ് എന്നുള്ളത് ഇയറിലല്ല കൗണ്ട് ചെയ്യുന്നത്, പകരം നമ്മളുടെ ആ ഒരു വർക്ക് ചെയ്യാൻ അറിയാവുന്നോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇൻ്റർവ്യൂസ് എല്ലാം തന്നെ നടക്കുന്നത് ഏതെങ്കിലും ട്രേഡ് ടെസ്റ്റ് സെൻറ്ററുകളിലാണ്. അവിടെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് പ്രൂവ് ചെയ്താൽ മതി നമ്മൾ ഈ ഒരു ട്രേഡിനൊക്കെ ഓക്കെയാണ് എന്നുള്ളത്. പ്രാക്ടിക്കലായിട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എൻട്രി ലഭിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരുപാട് കമ്പനികൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ വേറെ ആരെങ്കിലും വെച്ച് ജോബ് ചെയ്യിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടക്കുന്നൊരു ഫീൽഡല്ല ഇത്. അതുകൊണ്ട് തന്നെയാണ് അവർ നല്ലൊരു സാലറി കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു ഫീൽഡിൽ എല്ലാവർക്കും തന്നെ നൽകി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാനാകും എന്ന് മാത്രമല്ല, നമ്മൾക്കൊരു ഫിനാൻഷ്യലി സേഫ് ആയിട്ടുള്ള ഒരു കരിയർ കെട്ടിപ്പടുക്കാനായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്.